നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി PV അൻവർ നൽകിയ നാമനിർദ്ദേശ പത്രിക തള്ളി. സാങ്കേതിക കാരണങ്ങളാണ് നാമനിർദ്ദേശ പത്രിക തള്ളാനുള്ള കാരണം. ഇതോടെ അൻവറിന് തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കാനാകില്ല. രണ്ടാമത്തെ പത്രിക സ്വീകരിച്ചതിനാൽ സ്വതന്ത്രനായി ജനവിധി തേടാനാകും. അതേസമയം അൻവറിന് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാം. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാനുള്ള പത്രികയും അൻവർ സമർപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. TMC സ്ഥാനാർത്ഥിയായി PV അൻവർ സമർപ്പിച്ച പത്രികയിൽ പ്രശ്നങ്ങളുണ്ടെന്നാണ് അറിയിച്ചത്. സാങ്കേതിക പ്രശ്നത്തെ തുടർന്നാണ് പത്രിക തള്ളിയതെന്നാണ് വിവരം. TMC ദേശീയ പാർട്ടി അല്ലാത്തതിനാൽ നോമിനേഷനിൽ 10 പേർ ഒപ്പ് ഇടേണ്ടതായിരുന്നു. അത് ചെയ്തിട്ടില്ലെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് പത്രിക തള്ളിയതെന്നാണ് വിവരം. അതേസമയം പത്രികയിൽ മേൽ കൂടുതൽ ചർച്ചകൾ നടന്നു വരികയാണെന്നും വിവരം ലഭിക്കുന്നുണ്ട്. അൻവർ 2 പത്രികയാണ് സമർപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഒന്ന് TMC സ്ഥാനാർത്ഥിയായി പുല്ലും പൂവും ചിഹ്നത്തിൽ മത്സരിക്കുന്നതിനും മറ്റൊന്ന് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നതിനുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു പത്രിക തള്ളിയാലും മറ്റൊരു പത്രിക നിലനിൽക്കുന്നുണ്ടല്ലോ. അൻവറിന്റെ അഭിഭാഷകർ വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടത്തുന്നുണ്ട്. ഈ ശ്രമം വിജയിച്ചില്ലെങ്കിൽ അൻവർ സ്വതന്ത്രനായി തന്നെ നിലമ്പൂരിൽ മത്സരിക്കേണ്ടി വരും. തൃണമൂൽ കോൺഗ്രസ് ബംഗാളിൽ ഉള്ള ഒരു സംസ്ഥാന പാർട്ടി എന്ന നിലയിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിഗണിക്കുന്നത്. ഒരു ദേശീയ പാർട്ടി അല്ലാത്തത് കൊണ്ട് തന്നെ നാമനിർദ്ദേശ പത്രികയിൽ ഒപ്പിടേണ്ട അംഗങ്ങളുടെ എണ്ണം അടക്കം കൃത്യമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യവസ്ഥ ചെയ്തിട്ടുണ്ടായിരുന്നു. അത്രയും ഒപ്പുകൾ ഈ നാമനിർദ്ദേശ പത്രികയിൽ ഇല്ല എന്നത് കാരണമാണ് പത്രിക തള്ളാനുള്ള തീരുമാനം എടുക്കേണ്ടി വന്നത്. പത്രിക തള്ളാനുള്ള ഗൗരവമായ കാര്യമാണ് അൻവറിന്റെ പത്രികയിൽ സംഭവിച്ചിരിക്കുന്നത് എന്ന് വ്യക്തമാക്കുന്നുണ്ട് ഈ വിവരത്തിനൊപ്പം. അതേസമയം EC വാക്കോവർ പ്രതീക്ഷിക്കുന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കഠിനമായി കൊണ്ടിരിക്കുകയാണ്. നയങ്ങളിലെ കാഠിന്യമാണോ നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് അനാവശ്യമെന്ന് പ്രഖ്യാപിച്ച BJP സംസ്ഥാന അധ്യക്ഷന് ഒടുവിൽ തീരുമാനം മാറ്റേണ്ടി വരുന്നത് എന്തുകൊണ്ട് എന്നുള്ള ചോദ്യങ്ങൾ എല്ലാം തന്നെ ഈ നിലമ്പൂർ തിരഞ്ഞെടുപ്പിൽ നിലനിൽക്കുകയാണ്. സ്വതന്ത്രൻ എന്ന നിലയിൽ നിന്നും മാറി പാർട്ടി സ്ഥാനാർത്ഥി എന്ന നിലയിലേക്കാണ് CPM എത്തിയതെന്ന് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വളരെ ഗൗരവത്തോടെയാണ് ഏറ്റെടുത്തിരിക്കുന്നത് എന്നതിന് ഏറ്റവും ഉത്തമമായ ഒരു തെളിവ് കൂടിയാണിത്. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും ദേശാഭിമാനി റെസിഡന്റ് എഡിറ്ററുമായ M സ്വരാജിനെ കളത്തിലിറക്കി നിലമ്പൂർ നിലനിർത്താനുള്ള നീക്കത്തിന് ചുക്കാൻ പിടിക്കുന്നതും മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ടാണ്. PV അൻവറിന്റെ ശത്രുവെ രാഷ്ട്രീയമായി ഇല്ലാതാക്കുക എന്ന ദൗത്യമാണ് പിണറായി ഏറ്റെടുത്തിരിക്കുന്നത്. PV അൻവറിനെതിരെ ശക്തമായി തന്നെ പ്രതിഷേധം തീർക്കാനാണ് CPM ഒറ്റക്കെട്ടായി ഇറങ്ങിയിരിക്കുന്നത്. നിലമ്പൂർ തെരഞ്ഞെടുപ്പിന്റെ വീറും വാശിയും ഇതോടുകൂടി തന്നെ കൂടുകയാണ്. ഇടത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിരുന്ന PV അൻവർ MLA സ്ഥാനം രാജിവെച്ചത് എന്തിനായിരുന്നു എന്ന ചോദ്യവും നിലമ്പൂരിൽ പ്രധാന ചർച്ചയാണ്. ആഭ്യന്തര വകുപ്പും മുഖ്യമന്ത്രിയുടെ ഓഫീസും നടത്തുന്ന അഴിമതികളും സ്വജനപക്ഷപാതവും തുറന്നു കാട്ടാൻ ഇറങ്ങി തിരിച്ചതാണ് തനിക്ക് തിരിച്ചടി ആയതെന്ന് അൻവർ ആവർത്തിച്ച് പ്രധാനമായും ആരോപിക്കുന്നുണ്ട്. സംസ്ഥാനത്തെ തകർത്തുകൊണ്ടിരിക്കുന്ന പിണറായിസം അവസാനിപ്പിക്കാനായി എല്ലാം നഷ്ടപ്പെടുത്തി ഇറങ്ങി വന്നവനാണ് ഞാൻ. ഇനിയുള്ള പോരാട്ടം പിണറായിസത്തിനെതിരായിരിക്കും എന്നാണ് അൻവർ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ അതൊന്നുമല്ല താൻ രാഷ്ട്രീയമായി ലക്ഷ്യമിടുന്നത് എന്ന് വ്യക്തമാക്കുകയാണ് അൻവറിന്റെ തുടർ നീക്കങ്ങളെല്ലാം. സ്വന്തം പാർട്ടി ഉണ്ടാക്കാനുള്ള നീക്കങ്ങൾ നടത്തി അത് വിജയിക്കില്ലെന്ന് തിരിച്ചറിഞ്ഞതോടെ ഏതെങ്കിലും പാർട്ടിയിൽ അഭയം പ്രാപിക്കാനുള്ള ശ്രമവുമാണ് നടത്തുന്നത്. ആദ്മിയും DMKയും കൈവിട്ടു. ഒടുവിൽ TMCയുടെ അഭയമാണ്. മറ്റും വഴിയില്ലാതെ വന്നതിൽ തുടർന്നാണ് MLA സ്ഥാനം രാജിവെച്ചത്. MLA സ്ഥാനം രാജിവെച്ചതിന് ശേഷം അൻവർ പറഞ്ഞത് താൻ ഇനി മത്സരിക്കില്ല എന്നാണ്. കോൺഗ്രസിന്റെ തട്ടകമായിരുന്ന നിലമ്പൂർ അവർക്ക് വിട്ടുകൊടുക്കണമെന്ന പ്രതീതിയാണ് ആദ്യമുണ്ടായത്. 30 വർഷം കോൺഗ്രസിന്റേതായിരുന്ന നിലമ്പൂർ തിരികെ UDFന് കൊടുക്കുന്നു. അതിന് പകരമായി അൻവറിന്റെ പാർട്ടിക്ക് മുന്നണിയിൽ അംഗത്വം ഒപ്പം ഷുവർ സീറ്റും വാങ്ങിയെടുക്കണം. ശിഷ്ടകാലം UDFന്റെ നേതാവായി തുടരണം എന്നായിരുന്നു ആഗ്രഹം. അങ്ങനെ എന്തെല്ലാം സ്വപ്നങ്ങളാണ് അദ്ദേഹം ആഗ്രഹിച്ചു കൂട്ടിയത്. കോൺഗ്രസിന്റെ നേതാക്കളെ ഓരോരുത്തരെയായി നേരിട്ട് കണ്ട് പിന്തുണ ഉറപ്പിക്കുന്ന തിരക്കിലായിരുന്നു അൻവർ. ലീഗായിരുന്നു അൻവറിന്റെ ആദ്യ അഭയം. ലീഗിനെ വിമർശിക്കുന്നതിൽ ആനന്ദം കണ്ടെത്തിയ അൻവർ ആദ്യം കണ്ട് ക്ഷമാപണം നടത്തിയത് ലീഗ് നേതാക്കളോടായിരുന്നു. പാണക്കാട് തങ്ങളെ നേരിൽ കണ്ട് UDF പ്രവേശനത്തിനുള്ള വഴിയെല്ലാം സുഗമമാക്കി തരണമെന്ന് പറഞ്ഞു. കഴിഞ്ഞ ഏപ്രിലിൽ ലീഗ് നേതൃത്വത്തെ കണ്ട് UDF പ്രവേശനത്തിന് അനുകൂലമായ നിലപാട് സ്വീകരിക്കണമെന്നും അഭ്യർത്ഥിച്ചു. ലീഗ് നേതൃത്വം അൻവർക്ക് എല്ലാ പിന്തുണയും വാഗ്ദാനം ചെയ്തിരുന്നു. എന്നാൽ അൻവറിന് UDF
മുന്നണിയിൽ പ്രവേശിക്കുന്നതിൽ അന്തിമമായി തീരുമാനം കൈക്കൊള്ളാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറായില്ല. നിലമ്പൂരിൽ ഒരു ഈസി വാക്ക് ഓവർ പ്രതീക്ഷിച്ചിരുന്ന കോൺഗ്രസിനെ ബ്ലാക്ക്മെയിൽ ചെയ്ത് മുന്നണിയിൽ കയറിക്കൂടാനുള്ള ശ്രമത്തിലായിരുന്നു അൻവർ. നിലമ്പൂരിൽ വിജയിക്കണമെങ്കിൽ PV അൻവറിന്റെ പിന്തുണ അനിവാര്യമാണെന്നായിരുന്നു UDFന്റെ ആദ്യത്തെ വിലയിരുത്തലുണ്ടായിരുന്നത്. നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പിന് മുൻപ് UDF പ്രവേശനത്തിൽ അന്തിമ തീരുമാനമുണ്ടാക്കണമെന്നായിരുന്നു അൻവറിന്റെ പ്രധാന ആവശ്യം. രണ്ടാമത്തെ നിർദ്ദേശം DCC അധ്യക്ഷൻ VS ജോയിയെ UDF സ്ഥാനാർത്ഥി ആക്കണം എന്നായിരുന്നു. ആര്യാടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കാനുള്ള കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ തീരുമാനം വരുന്നതിന് ഏതാനും മണിക്കൂറുകൾ മുൻപാണ് അൻവർ കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കിയത്. പിണറായിസം അവസാനിപ്പിക്കാനും ഏത് ചെകുത്താനെയും പിന്തുണയ്ക്കും എന്ന അൻവറിന്റെ പ്രസ്താവന കോൺഗ്രസിനെ ഏറെ ആശ്വസിപ്പിച്ചിരുന്നു. എന്നാൽ തൊട്ടടുത്ത ദിവസം അൻവർ നിലപാട് മാറ്റി. ആര്യാടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയായി അംഗീകരിക്കില്ലെന്നും UDFൽ അംഗമാകില്ല എന്നും അൻവർ പറഞ്ഞു. ആര്യാടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയായി അംഗീകരിക്കില്ലെന്ന നിലപാട് കടുപ്പിക്കുകയും ചെയ്തു. ഇതോടെ UDF നേതാക്കൾ നിരന്തരമായി അൻവറുമായി ചർച്ചകൾ നടത്തി. എന്നാൽ ആര്യാടൻ ഷൗക്കത്തിനെതിരെ നടത്തിയ പരസ്യ പ്രതികരണം പിൻവലിക്കണമെന്നായിരുന്നു പ്രതിപക്ഷ നേതാവും UDF ചെയർമാനുമായ VD സതീശന്റെ നിലപാട്. തന്റെ UDF പ്രവേശനം ഇല്ലാതാക്കിയത് VD സതീശനാണെന്നും സതീശൻ നയിക്കുന്ന UDFലേക്ക് ഇനി ഇല്ല എന്നും അൻവർ അവസാനമായി പ്രതികരിച്ചു. ഇതിനുശേഷമാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ രാത്രി PV അൻവറിന്റെ വീട് സന്ദർശിച്ചതും സതീശൻ മാത്രം ഒറ്റയ്ക്ക് തീരുമാനിക്കേണ്ടതല്ല അൻവറിന്റെ UDF പ്രവേശനം എന്ന കോൺഗ്രസ് നേതാവ് K സുധാകരന്റെ പരസ്യ പ്രസ്താവനയും കോൺഗ്രസിൽ അനൈക്യം സൃഷ്ടിച്ചിരിക്കുകയാണ്. നേതാക്കൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസവും വർദ്ധിച്ചിരിക്കുന്നു. ഇനി ചർച്ചയിലേക്ക് ഏകപക്ഷീയമായി പ്രഖ്യാപിച്ച് അൻവർ സ്ഥാനാർത്ഥിത്വത്തിലേക്ക് തള്ളിവിട്ടിരിക്കുകയാണ് VD സതീശൻ. അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വവും VD സതീശനാണെന്നാണ് ലീഗ് നേതൃത്വം വിലയിരുത്തിയത്. PK കുഞ്ഞാലിക്കുട്ടിയുടെ നേതൃത്വത്തിൽ അൻവറിനെ മുന്നണിയിലെടുക്കാനുള്ള ചർച്ചകളും ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് സതീശൻ അൻവറിനെ തള്ളിയത്. തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിയുണ്ടായാൽ ലീഗ് നേതൃത്വം കോൺഗ്രസിലെ ഒരു വിഭാഗം ആളുകളും VD സതീശനെ പാടെ തള്ളും. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടക്കുന്ന റിഹേഴ്സലായി നിലമ്പൂർ മാറുമെന്നായിരുന്നു ഇരു മുന്നണികളും അവകാശപ്പെട്ടിരുന്നത്. ഭരണത്തെ വിലയിരുത്താനുള്ള ഒരു ഉപാധിയാണ് തെരഞ്ഞെടുപ്പ് ഫലമെന്ന് മുഖ്യമന്ത്രി അടക്കം പറഞ്ഞു. എന്നാൽ ഭരണ തുടർച്ചയെന്ന സ്വപ്നത്തിൽ തിരിച്ചടിയാകും നിലമ്പൂരിലെ ജനഹിതമെന്നാണ് UDFന്റെ പ്രതികരണം. എന്നാൽ PV അൻവർ തൃണമൂൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി രംഗത്തെത്തിയതോടെ മണ്ഡലത്തിലെ രാഷ്ട്രീയ സാഹചര്യം ആകെ കലങ്ങി മറിഞ്ഞിരിക്കുകയാണ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയത്തിന് അപ്പുറം വ്യക്തിപരമായ പ്രത്യാരോപണങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. ഇടത് വലത് സ്ഥാനാർത്ഥികളെ ഒരുപോലെ ആക്രമിച്ചാണ് അൻവറിന്റെ മുന്നേറ്റമുള്ളത്. 2 തവണ MLA ആയിരുന്ന തനിക്ക് മണ്ഡലത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളുമായും അടുത്ത ബന്ധമുണ്ടെന്നാണ് അൻവറിന്റെ വാദം. വോട്ടുകൾ വിഭജിക്കപ്പെടുന്നത് ആർക്കും ഗുണകരമാവില്ല എന്നാണ് അൻവർ പറയുന്നത്. VD സതീശനും പിണറായി വിജയനും തമ്മിലുള്ള അടുപ്പം അൻവർ ഉയർത്തിക്കാട്ടുന്നുമുണ്ട്. മന്ത്രി മുഹമ്മദ് റിയാസിനെതിരെയുള്ള അഴിമതി ആരോപണവും ഉയർത്തിക്കാട്ടുന്നുണ്ട്. ഇപ്പോഴിതാ അൻവർ തൃണമൂൽ കോൺഗ്രസിൽ നിന്നും മാറി സ്വതന്ത്രനായി മത്സരിക്കാനുള്ള നീക്കത്തിലേക്കാണ്. അതിനി എത്രമാത്രമാണ് രൂക്ഷമാകുന്നത് എന്നുള്ളതെല്ലാം വരും ദിവസങ്ങളിൽ കാണാം. എന്തായാലും ചൂടുപിടിച്ച ചർച്ചകളാണ് നിലമ്പൂരിൽ ഓരോ ദിവസവും നടന്നുകൊണ്ടിരിക്കുന്നത്.